Bahrain Roundup, brought to you by Lulu International Exchange, Al Hilal Hospital and Medical Center, and Arjun Chess Academy. നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 18 ബുധനാഴ്ച. പതിവ് പോലെ എവർക്കും ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്നേഹസ്വാഗതം. ബഹ്റിലെ പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റമദാന്റെ വരവിനോടനുബന്ധിച്ച് ബഹ്റിൻ ഭരണാധികാരികളായ ഹിസ് റോയൽ ഹൈനസ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നോമ്പ് തുറക്കുന്ന സമയം അറിയിക്കാൻ മൊഹറക്കിലെ അറാദ് ഫോർട്ട്, ദുറാസിലെ അബു സുബ് ബീച്ച്, റിഫയിലെ ഹുനൈനിയ വാലി, ദി അവന്യൂസ് എന്നിവിടങ്ങളിൽ പീരങ്കികളും സജ്ജീകരിച്ചു കഴിഞ്ഞു. വിശുദ്ധ മാസത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതിനായി ഏർപ്പെടുത്തിയ നിയമങ്ങൾ ഏവരും പാലിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പകൽ സമയങ്ങളിൽ പൊതുസ്ഥലത്ത് ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നത് കുറ്റകരമാണെന്നും നിയമലംഘകർക്ക് 1 വർഷം വരെ തടവും 100 ദിനാർ പിഴയും ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണ റമദാൻ മാസം വിശ്വാസികൾ ബഹ്റിനിൽ ആകെ 398 മണിക്കൂറും 35 മിനിറ്റും നോമ്പ് അനുഷ്ഠിക്കുമെന്ന് ജ്യോതിശാസ്ത്ര ഗവേഷകൻ അലി അൽ ഹജാരി അറിയിച്ചു. ഇത് മാസത്തിൻ്റെ ആകെ ദൈർഘ്യത്തിൻ്റെ ഏകദേശം 55% വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പ്രതിദിനം ശരാശരി 13 മണിക്കൂറാണ് വ്രതദൈർഘ്യം. മാസത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓരോ ദിവസവും നോമ്പ് സമയം ഏകദേശം 1 മിനിറ്റ് 25 സെക്കൻഡ് വീതം വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നും അലി അൽ ഹജരി പറഞ്ഞു. റമദാൻ മാസത്തിലെ തിരക്ക് പരിഗണിച്ച് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള 28 പള്ളികളിൽ കൂടി താൽക്കാലികമായി ജുമാ നമസ്കാരത്തിന് അനുമതി നൽകി. സുന്നി എൻഡോമെന്റ് കൗൺസിൽ ചെയർമാൻ ഡോക്ടർ ഷെയ്ഖ് റാഷിദ് അൽ ഹജാരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മൊഹറക്, സദേൺ, നോർത്തേൺ ക്യാപിറ്റൽ ഗവർണറേറ്റുകളായി വ്യാപിച്ചു കിടക്കുന്ന ഈ പള്ളികളിൽ വിശ്വാസികൾക്കായി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. റമദാനിൽ വിലക്കയറ്റം തടയാൻ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വാണിജ്യ മന്ത്രാലയ മന്ത്രി അറിയിച്ചു. കൺസ്യൂമർ ഫ്രണ്ട് പദ്ധതി വഴി 38% വരെ വിലക്കിഴിവ് ഉറപ്പാക്കുമെന്നും മന്ത്രി അബ്ദുള്ള ബിൻ ആദിൽ ഫക്രോ പാർലമെന്റിനെയാണ് അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് ആവശ്യത്തിന് ഭക്ഷ്യശേഖരം ഉണ്ടെന്നും വിപണികളിൽ മികച്ച ഡിസ്കൗണ്ടുകൾ ലഭ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2025 മാത്രം 60,000-ലധികം പരിശോധനകൾ വാണിജ്യ മന്ത്രാലയം വിപണിയിൽ നടത്തിയതായും നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ബഹ്റിൻ UAE യാത്രകൾ വേഗത്തിലാക്കുന്ന സിംഗിൾ ട്രാവൽ പോയിന്റ് പദ്ധതിയുടെ 1ാം ഘട്ടം ഇന്നലെ മുതൽ ആരംഭിച്ചു. എമിഗ്രേഷൻ നടപടികൾ ഒരൊറ്റ പോയിന്റിൽ പൂർത്തിയാക്കാൻ ഇതിലൂടെ ഒരാൾക്ക് സാധിക്കും. ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം ഡെപ്യൂട്ടി മിനിസ്റ്റർ ലഫ്റ്റനന്റ് ജനറൽ ആദിൽ ബിൻ ഖലീഫ അൽ ഫാദിൽ, മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖൈലി, GCC ജനറൽ സെക്രട്ടറി ജാസിം മുഹമ്മദ് അൽ ബുദൈവി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു എയർപോർട്ടിൽ ഉദ്ഘാടനം നടന്നത്. ആദ്യഘട്ടത്തിൽ ഇത്തിഹാദ് എയർവേസ്, ഗൾഫ് എയർ വിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന സ്വദേശി പൗരന്മാർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. വരും ഘട്ടങ്ങളിൽ ബഹ്റിനിലെയും UAEയിലെയും താമസക്കാരായ പ്രവാസികളെയും മറ്റ് GCC പൗരന്മാരെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. സ്വകാര്യ മേഖലയിലെ തൊഴിലുകളിൽ സ്വദേശികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് തൊഴിൽകാര്യമന്ത്രി യൂസഫ് കലാഫ് പാർലമെന്റിൽ ആവർത്തിച്ചു. വിദേശികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുൻപ് 21 ദിവസത്തെ കാത്തിരിപ്പ് കാലാവധിയും 7 ദിവസത്തെ പത്രപരസ്യവും ഇപ്പോൾ നിർബന്ധമാണ്. 2019 മുതൽ നടപ്പിലാക്കിയ വേതന സുരക്ഷാ സംവിധാനം വഴി ശമ്പളം നൽകുന്നത് ബാങ്കുകൾ വഴി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും
ഇതുവഴി 99.3% സ്ഥാപനങ്ങളും കൃത്യമായി ശമ്പളം നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാലാവധി കഴിഞ്ഞ ഭക്ഷ്യസാധനങ്ങളുടെ ലേബലുകളിൽ കൃത്രിമം കാണിച്ച് വിൽക്കാൻ ശ്രമിച്ച 8 പേരെ പബ്ലിക് പ്രോസിക്യൂഷൻ റിമാൻഡ് ചെയ്തു. ഹമലയിലെ വെയർഹൌസിൽ നിന്നും പിടിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ പുതിയ എക്സ്പയറി ഡേറ്റ് പതിപ്പിക്കാനായിരുന്നു ഇവരുടെ നീക്കം. കേസിൽ പ്രതികൾ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളും അധികൃതർ സീൽ ചെയ്തു. ടിക്ടോക്ക് വഴി മയക്കുമരുന്ന് കച്ചവടം നടത്തിയ കേസിൽ 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട 2 പാകിസ്ഥാൻ സ്വദേശികൾ അപ്പീൽ നൽകി. ബെനിഫിറ്റ് പേ വഴി ഇടപാടുകൾ നടത്തിയിരുന്ന ഇവരെ ബാബുൽ ബഹറിന് സമീപത്ത് നിന്ന് പോലീസ് സാഹസികമായാണ് പിടികൂടിയത്. കേസിൽ ഫെബ്രുവരി 23-ന് കോടതി അന്തിമ വിധി പറയും. പ്രവാസി മലയാളി അസോസിയേഷനുകളുടെ വാർത്തകൾ നോക്കുകയാണെങ്കിൽ ബഹ്റിൻ പ്രതിഭയുടെ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനോദ്ഘാടനം വിനോദ് വൈശാഖി നിർവഹിച്ചു. കലയും സാഹിത്യവും സാമൂഹിക അടിത്തറയെ സമ്പന്നമാക്കുമെന്ന് അദ്ദേഹം തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. പ്രതിഭാ പ്രസിഡന്റ് മഹേഷ് കെ വി, ജനറൽ സെക്രട്ടറി സുരേഷ് വി കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വോയിസ് ഓഫ് ആലപ്പി ലേഡീസ് വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ കർസക്കാനിലെ ഗ്ലോറിയ ഗാർഡനിൽ വെച്ച് വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. രശ്മി അനൂപ്, ആശ, സിബിൻ, ആതിര, ധനേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകിയ ക്യാമ്പിൽ 100-ലധികം പേരാണ് പങ്കെടുത്തത്. ബഹ്റിനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങൾ ഇവയൊക്കെയാണ്. ഈ വാർത്തകളുടെ വിശദമായ വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com-ലും അതുപോലെ തന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ലഭ്യമാണ്. നാളെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.